യൂറിക് ആസിഡ് കൂടി നിൽക്കുമ്പോൾ ഒരാൾക്ക് എങ്ങനെയാണത് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ നാട്ടിൽ കൂടുതലും യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നത് മൂത്രത്തിൽ കല്ല് വരുമ്പോഴാണ്. എന്നിരുന്നാലും സന്ധിവാതം, സന്ധികൾക്ക് വേദന, ഉപ്പൂറ്റിയുടെ വേദന, കാലിൻ്റെ പെരുവിരലിൻ്റെ സന്ധികൾക്കുള്ള വേദന, ഇതെല്ലാം വരുമ്പോഴും നമുക്ക് യൂറിക് ആസിഡ് കൂടുതലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. പലപ്പോഴും ഇത് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നതിൻ്റെ ലക്ഷണമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിലാണ് പലപ്പോഴും യൂറിക് ആസിഡ് വളരെ കൂടുതൽ, അതായത് 8, 9, 10 മുകളിൽ പോകുമ്പോഴാണ് ഗൗട്ട് അഥവാ സന്ധികളിലെ വീർക്കം കാണുന്നത്. ഇത് പലപ്പോഴും വേദനയും ചുമന്ന നിറവും നിറവ്യത്യാസവും വരുത്തുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണാറില്ല. കൂടുതലും സന്ധികളിലുള്ള വേദന, അതും കാലിൽ ഉപ്പൂറ്റി, പെരുവിരലിൻ്റെ അവിടെയുള്ള സന്ധികൾ, ഇതാണ് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവർ കാണുന്നത്. നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവർക്ക് മൂത്രത്തിൽ കല്ലാണ് പലപ്പോഴും കണ്ടുവരുന്നത്. ഇത് പലപ്പോഴും കാൽഷ്യം യൂറേറ്റ് സ്റ്റോൺസ് അഥവാ കല്ലുകളാണ്.